ഇപ്പോൾ എല്ലാവരും ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കാലഘട്ടമാണല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഫ്ലിപ്കാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സംഭവം നമ്മുടെ കയ്യിലെത്തി, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുകയാണ്. അത് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കസ്റ്റമർ കെയറുമായിട്ട് വിളിച്ച് ഒന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ആ നമ്പർ എവിടെ നിന്ന് കിട്ടും? ഇനി നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് കയ്യിൽ കിട്ടി, അത് ഡെലിവറി ചെയ്ത ആ ഒരു ബോയ് അത് നിങ്ങളെ വിളിച്ച നമ്പറിലേക്ക് നിങ്ങളൊന്ന് തിരിച്ച് വിളിച്ച് നോക്കൂ. അവർ ഫോൺ എടുക്കില്ല, ചിലപ്പോൾ ആ നമ്പർ നിലവിലില്ല എന്നൊക്കെ ആയിരിക്കും പറയാം. അപ്പോൾ കസ്റ്റമർ കെയർ നമ്പർ ചില ആളുകൾ പറയുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോരെ, ഫ്ലിപ്കാർട്ടിൻ്റെ നമ്പറൊക്കെ അവിടെ നിന്ന് കിട്ടൂലേ എന്നൊക്കെ. ശരിക്കും അങ്ങനെ ഒരു നമ്പർ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. അതൊക്കെ ഫേക്ക് നമ്പർ ആയിരിക്കും. ഫ്ലിപ്കാർട്ടിൽ തന്നെ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടാനുള്ള, അതായത് നിങ്ങൾക്ക് അങ്ങോട്ട് വിളിക്കേണ്ട, അവർ ഇങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു സംവിധാനം ഫ്ലിപ്കാർട്ടിൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുക. എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായിട്ട് FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും നിങ്ങൾ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലുള്ള ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് താഴെ കാണുന്ന ടാബുകളിൽ അക്കൗണ്ട് എന്ന ടാബ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ നിങ്ങൾക്ക് ഇടതുവശത്ത് ഓർഡേഴ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ ചെയ്തതും ഇനി നിങ്ങൾക്ക് ലഭിച്ചതും ഒക്കെ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും കാണാൻ സാധിക്കും. അതിലേതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ മുകളിൽ വലതുവശത്ത് ഹെൽപ്പ് എന്ന ഭാഗം കാണാൻ സാധിക്കും. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഹെൽപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സംതിങ് എൽസ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ നിങ്ങൾക്ക് റൈറ്റ് എ മെസ്സേജ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ എഴുതുക. ഞാനിവിടെ എഴുതുന്നത് അക്കൗണ്ട് റിലേറ്റഡ് എൻക്വയറി എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ എഴുതുക. അങ്ങനെ എഴുതിയതിന് ശേഷം സെൻഡ് കൊടുക്കുക. സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. റിക്വസ്റ്റ് എ കോൾ, അതുപോലെ തന്നെ എൻഡ് ചാറ്റ് എന്നും കാണാൻ സാധിക്കും. റിക്വസ്റ്റ് എ കോൾ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങളുടെ ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്യുക. മലയാളമാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. മലയാളം ഞാനിപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ കാണാൻ സാധിക്കും. ഒരുപാട് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏതാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചേരം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൾ വരുന്നതായിരിക്കും. അതായത് കണ്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് കോൾ വരുന്നത്. നിങ്ങളിവിടെ ആൻസർ കൊടുക്കുക. ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കസ്റ്റമർ കെയറുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത ഈ ഒരു പ്രോഡക്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ഈ ഒരു പ്രോഡക്റ്റ് സംബന്ധമായിട്ട് എന്തെങ്കിലും പരാതിയോ പരിഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ കസ്റ്റമർ കെയറുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ അതൊക്കെ സംസാരിച്ചതിന് ശേഷം നിങ്ങളുടെ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ പ്രശ്നം അവർ ഉടനെ തന്നെ പരിഹരിക്കുന്നതായിരിക്കും എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും. ഞാനിപ്പോൾ അവരുമായിട്ട് ഡയറക്റ്റ് സംസാരിച്ചിട്ടില്ല. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് താഴെയായിട്ട് നമുക്കൊരു മെസ്സേജ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ ഡയറക്റ്റ് കസ്റ്റമർ കെയറുമായിട്ട് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് വിളിക്കേണ്ട, ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്താണ് കാര്യങ്ങളൊക്കെ അവർ തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye.